ഹായ് ഹലോ ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദ ആന്തം ഓഫ് ദ ഹെർഡ് എന്ന് പറഞ്ഞുള്ള ഒരു അടിപൊളി ആനിമേ മൂവി ആയിട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പ്ലനേഷൻ മൂവി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും തിരുത്തി തരിക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും വീണ്ടും ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആനിമേ സീരീസോ മൂവിയോ അങ്ങനെ ഏതെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത് ജൂണിയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ നായിക. ജൂൺ എന്ന് പറയുന്നത് ഭയങ്കര ടോക്റ്റീവായിട്ട് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടിയാണ്. ഫുൾ ടൈം ഞാൻ ഭയങ്കര സംസാരിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു അതോട് ഭാവിക്ക് ഭയങ്കര ദോഷം ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഓളൊരു ഹോട്ടൽ കാണുന്നത്. അതൊരു പാലസിൻ്റെ പോലെയാണ്. ഓൾക്ക് ആ ഹോട്ടൽ ഭയങ്കര ഇഷ്ടമാണ്. ഓളെ വലിയ പൂതി എന്താണെന്ന് വെച്ചാൽ ഓളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ ആ പാലസിൽ തൻ്റെ ഭാവി ചെക്കൻ്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അറിയാവുന്ന ഒരു കാർ പോണത്. വേറെ ആരുള്ള ഓളെ അച്ഛനാണ്. അച്ഛന് വേറൊരു പെണ്ണിൻ്റെ കൂടെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഓൾ കാണുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ തുള്ളിച്ചാടിയിട്ട് ഓരോ നാളെ അതായത് ഭാവിയിൽ ചെക്കൻ്റെ ഒപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കണ കാലേജ് ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ കയറുമ്പോൾ അമ്മനോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അച്ഛൻ ആ ഹോട്ടലിൽ ഞാനിങ്ങനെ കുറേ ആഗ്രഹിച്ച് നടക്കുന്നത് എൻ്റെ പാലസിന്ന് അച്ഛനിങ്ങനെ വേറൊരു സ്റ്റേറ്റ് കൂടെ ഇറങ്ങി വരുന്ന ഞങ്ങൾക്ക് കണ്ടു. അതപ്പോൾ ഓൾക്ക് പറയുമ്പോൾ ഓൾക്ക് അറിയുന്നേനില്ല എന്ത് അത് വലിയൊരു പ്രശ്നത്തേക്കാണ് പോണേ. അങ്ങനെ വരുന്ന രണ്ടാളും തമ്മിലുള്ള ഡിവോഴ്സ് ആവാണ് അച്ഛനും അമ്മയും. അപ്പം അച്ഛൻ പറയുന്ന വാക്കുണ്ട്, നീ കാരണമാണ് ഞങ്ങളിപ്പോൾ ഡിവോഴ്സ് ആയത്. അത് കുഞ്ഞു മനസ്സിൽ വല്ലാണ്ട് തെറ്റാണ്. അവർക്കൊന്നും സംസാരിക്കേണ്ടിയിരുന്നില്ല. എന്തിനാ എനിക്ക് തന്നെ സംസാരിക്കാനുള്ള ഒരു ശേഷി തന്നെയെന്ന് പോലും ചിന്തിക്കാൻ അതിന് അവളൊരു തീരുമാനം എടുക്കാൻ. ഞാൻ ഇനി മുതൽ സംസാരിക്കണില്ല. ഞാൻ സംസാരിച്ചാലല്ലേ പ്രശ്നം. സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. പിന്നെ സീന് പറഞ്ഞത് ഹൈസ്കൂൾ കാലഘട്ടമാണ്. ജൂൺ അങ്ങനെ ആരോടും മിണ്ടാറില്ല. കുട്ടികളുടെ എല്ലാവരും വിചാരം ജൂൺ ആരോടും സംസാരിക്കൂല, അവൾ സംസാരശേഷി ഇല്ലാത്ത കുട്ടിയാണ്. അപ്പം നിൽക്കുമ്പോൾ ടീച്ചർ വന്നിട്ട് ഒരു ഇവൻറ്റിനെ കുറിച്ച് പറയും. ആ ഇവൻറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ടീമാണ്. ആ ടീമിൽ ആരൊക്കെയല്ലെന്ന് പറയും. വേറെ ആരുമല്ല, നമ്മുടെ ജൂണ്, പിന്നെ ടാക്കുമി, പിന്നെ തസാക്കി, പിന്നെ നീതു. ഇവർക്ക് ആർക്കും ഈ ടീമിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അതിൽ ജൂണുള്ളതുകൊണ്ട്. ജൂണ് പറഞ്ഞാൽ ഒന്നാമതൊരു സംസാരശേഷി ഇല്ലാത്ത കുട്ടിയാണ്. പക്ഷെങ്കിൽ ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഈ ഇവന്റ് ഇവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവാണ്. ചുരുക്കി പറയുന്നത് നാല് ടൈപ്പാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തസാക്കി, അവനൊരു ബേസ്ബോൾ ചാമ്പ്യനാണ്. പിന്നെ നീതു സ്ക്വാഡ് ലീഡർ. പിന്നെ താക്കുമി, ഓനീ പല തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ജോൺ ആണെങ്കിൽ ആരോട് ഇതുവരായിട്ട് മിണ്ടിയിട്ട് പോലില്ല. നെക്സ്റ്റ് സീനിലാണെങ്കിൽ നമ്മുടെ താക്കുമി സാറിനോട് ഈ ഇവന്റ് പോസിബിൾ അല്ല, ഞങ്ങൾക്ക് നാലാൾക്കും 4 സ്വഭാവക്കാരാണ്, എല്ലാവർക്കും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ വേണ്ടി വന്നേ. എനിക്ക് മോനൊരു ഇൻസ്ട്രുമെന്റ് കാണാനോ അത് വായിക്കാനോ അവൻ്റെ വിചാരത്തെ ആരും കാണുന്നില്ലാണ്. പിന്നെ നമ്മുടെ ജൂണും അതുപോലെ തന്നെ സാറും അത് കാണുന്നത്, അവർ ആ പാട്ട് കേട്ട് ആസ്വദിക്കുന്നത്. പക്ഷെ ഈ ഐഡിയനോട് താക്കുമി യോജിച്ചിരുന്നില്ല. താക്കുമി കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഈ ഐഡിയ ഒരിക്കലും പോസിബിൾ അല്ല. ഞങ്ങൾ 4 വ്യക്തിത്വങ്ങളാണ്, ഞങ്ങൾക്ക് 4 ആൾക്ക് ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. ഒരിക്കൽ എൻ്റെ ഇഷ്ടാവര്. പക്ഷെ സാറ് കേട്ടില്ല. സാറിന് തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നേ. അങ്ങനെ താക്കുമിക്ക് സാറ് പറഞ്ഞാൽ കേൾക്കേണ്ടേനെ. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അറിയിൽ വേറൊരു കാര്യം നടക്കുന്നു കേട്ടോ. നമ്മുടെ ജൂണിന് താക്കുമിനോട് ചെറിയ അട്രാക്ഷൻ തോന്നാൻ, അവൾക്ക് ഓനോട് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുക. അങ്ങനെ എന്താ റീചാർട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിയിട്ട് അവളുടെ പാസ്റ്റ് ഫുള്ള് പറഞ്ഞു കൊടുക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓനോടുള്ളൊരു വിശ്വാസത്തിൽ അവളെല്ലാം പറയാൻ. തൻ്റെ തെറ്റുകൊണ്ട് തൻ്റെ അറിവില്ലായ്മ കൊണ്ട് തൻ്റെ അമ്മയെ അച്ഛൻ ഡിവോഴ്സായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവളിപ്പോഴും അവൾ തന്നെ പഴിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ തൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിനെ അവളിപ്പോഴും സങ്കടയിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. താൻ അതിനുശേഷം ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് ഓനക്ക് ആകെ അന്ത വിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അതിനു വേണ്ടിയിട്ട് അതായത് താനെ ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റല്ലാന്ന് അവൾക്കും അറിയാം അവർക്കും അറിയാം. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അവളോട് സംസാരം നടത്തി വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാവണേ അവൾക്ക് കുറച്ച് സപ്പോർട്ടിൻ്റെ ആവശ്യമുള്ളത്. ഓൻ പറയും എന്തുകൊണ്ട് എനിക്ക് പാടിക്കൂടാ, പാട്ടിലൂടെ എൻ്റെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്തുകൂടാ. അങ്ങനെ ഒന്നിനായിട്ട് ഈ ജോൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എന്തിനാണ് താൻ ഇത്ര കൊല്ലം വേസ്റ്റ് ആക്കിയത്, പറഞ്ഞത് ശരിയാണ്, ഞാൻ ചെയ്ത അത്ര വലിയ തെറ്റൊന്നുമല്ല എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തസാക്കിയുടെ ഈ ടീം അത് പൊട്ടിപ്പോവാണ്. എന്തില് നാഷണൽസിൽ അത് ബാക്കിയുള്ള ടീംമേറ്റ്സൊക്കെ തസാക്കിനെ കുറ്റം പറയണം. തസാക്കി കാരണം പൊട്ടിയത്, ഓൻ്റെ കൈ ഇടുന്നോണ്ടാ പൊട്ടിയതെന്നൊക്കെ. അങ്ങനെ ഒരു ഡിപ്രഷനിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ താക്കുമിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇവന്റ് പാട്ടാണ്. അതും കൂടി കേട്ടപ്പോൾ നമ്മുടെ തസാക്കിയുടെ കൺട്രോൾ പോവാണ്. അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് താക്കുമി. നെക്സ്റ്റ് സീനിൽ എനിക്ക് ജോണ് നമ്മുടെ വീട്ടിലേക്ക് എത്താം. ഈ സീനിൽ നമുക്ക് മനസ്സിലാക്കാം ജൂണിൻ്റെ അമ്മയും നല്ലൊരു റിലേഷനിലല്ല പോണത്. ജൂണിൻ്റെ അമ്മയുടെ വിചാരം ഇപ്പോൾ
ഇവള് കാരണമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ബ്രേക്കപ്പ് ആയത്, അങ്ങനെയൊക്കെയാണ് ഡിവോഴ്സ് ആകാൻ കാരണം ഇവളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് പ്രശ്നമാവാണ് ഇവരുടെ ഇടയിൽ പാക്കോണ്ട്. അങ്ങനെ അവിടുന്ന് സമാധാനമല്ല എൻ്റെ താക്കുമ്മീൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് നമ്മൾ. കൂടുതൽ സമയം താക്കുമ്മയുടെ കൂടെ ചെലവഴിക്കാനും താക്കുമ്മി ഇവർക്ക് വേണ്ടി പാട്ടൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കാനും അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മനസ്സിലാക്കാൻ തുടങ്ങാണ്. അങ്ങനെ ഇവക്ക് താക്കുമ്മീനോടൊരു ഫീലിങ്സ് തോന്നാൻ തുടങ്ങാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറെ ടെസ്റ്റ്. നമ്മുടെ നീതും അതുപോലെ തന്നെ താക്കും റിലേഷനിലായിരുന്നു കുറച്ച് മുന്നേ. റിലേഷൻ ബ്രേക്ക് ആവാൻ കാരണം എന്താ വെച്ചാൽ താക്കുമ്മിയുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവാൻ, അങ്ങനെ ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനാകെ ഡിപ്രഷനിലേക്ക് പോവാണ്. അങ്ങനെ പലരുടെയിൽ കുറച്ച് ദൂരം വന്ന് അതങ്ങനെ അവർ പറയാതെ തന്നെ ബ്രേക്കപ്പ് ആയി പോവാണ്. പക്ഷേങ്കിൽ ഇപ്പോഴും നമ്മുടെ നീതുക്ക് നമ്മുടെ താക്കുമ്മിനോട് ഇഷ്ടം. ആ ഇഷ്ടം ഇവർ രണ്ടാളും നടക്കുന്ന കണ്ടിട്ട് ജൂണിനോട് ജലസി ഫീൽ ചെയ്യാം. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ തസാക്കിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ലൈക്ക് തൻ്റെ ഭാഗത്തു നിന്ന് തന്നെ മിസ്റ്റേക്ക് ഉണ്ടായത് താൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായതായിട്ട് നമ്മുടെ ടീമിനും ബേസ്ബോൾ ടീമിനോടും അതുപോലെ തന്നെ ജൂണിനോട് സാറിനോട് ക്ലാസ്സിലും വന്നിട്ട് ഇവർ പറയാണ് സോറി പറയാം. എന്നിട്ട് നമ്മുടെ തസാക്കി പറയണം നമ്മുടെ സ്കൂൾ ചെയ്യിക്കാം, നമുക്കിത് ചെയ്യാം, നമ്മുടെ അമ്മ നടക്കുന്ന ഇവൻ്റാണ്, നിങ്ങളെല്ലാവരും അതിലുണ്ടാവണം, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇല്ലാതെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നിട്ട് എല്ലാവർക്കും ഓരോരോ റോള് സെലക്ട് ചെയ്ത് കൊടുക്കാനും. അങ്ങനെ അവരെല്ലാവരും ഡൈഹാർട്ടായിട്ട് തന്നെ നമ്മുടെ ഇവൻറ്റിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ജൂണാണെങ്കിലും താക്കുവിനെ കാണാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണം പറഞ്ഞിട്ട് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് താക്കുവിൻ്റെ അടുത്തേക്ക് വരാം, ഓരോ പാട്ടൊക്കെ പാടിക്കൊടുക്കാം. അത് നമ്മുടെ ജൂണിനെ വീണ്ടും സംസാരിക്കാൻ പറ്റുകയാണ്. മറ്റേ പണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ വയറുവേദനിക്കുവാനും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ. അങ്ങനെ ജൂണ് താക്കുമിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പാടുന്നത് കേട്ടോ. ദിവസങ്ങൾ കൂടുന്നോറും നമ്മുടെ ജൂണിന് താക്കുമിനോടുള്ള ഇഷ്ടം കൂടി വരാൻ. ജൂണിൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ എല്ലാവരുടെയും മുന്നിൻ്റെ അന്ന് ആ സ്റ്റേജിൽ ഇവൻ്റിൽ ഉറക്കനെ വിളിച്ച് പറയണം എനിക്ക് താക്കുമിനെ ഇഷ്ടമാണ്. ഈ മൂവിയുടെ മെയിൻ പ്ലോട്ട് എന്താണ്? ചിലപ്പോൾ ജീവിതം ഭയങ്കര ഡൗൺ ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എന്തായാലും നമ്മൾ അധികം നേരിടാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അടിപൊളിയായിക്കോളും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അങ്ങനെ നമ്മുടെ ഇവന്റിന്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കാൻ എല്ലാവരും ഭയങ്കരത്തിൽ തന്നെ എഫേർട്ട് എടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ താക്കുമ്യം നീതും കൂടി പുറത്തേക്ക് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി പോയിരുന്നു. നീതു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് നമ്മുടെ താക്കുമ്മിയുടെ അടുത്ത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ താക്കുമ്മി ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മളെ നീതു ഇങ്ങനെ ഇതെന്തപ്പം അവളോട് ഇങ്ങനെ കമ്പനി ആവണേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് താക്കുമ്മി പറയാൻ എനിക്ക് അവളോട് ഇഷ്ടമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എപ്പോഴും ഫീലിങ്സ് എന്നോടാണ്, അത് അന്ന് ഇന്നും എന്നും അങ്ങനെ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടാണ്, ജസ്റ്റ് ഞാനും അവളൊരു അഡ്വൈസ് മാത്രം, വേറെ ഒന്നും കരുതാൻ അതൊക്കെ പറയാൻ. അത് നമ്മളെ ഇതിന് കേൾക്കാൻ അവളുടെ മനസ്സ് തകർന്നു പോവാണ്. ഇത് വരെ ചിന്തിച്ചു വെച്ചിരുന്നത് നമ്മളെ തിരിച്ച് അവളോട് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. അവൾക്ക് ആ സങ്കടം സഹിക്കാൻ പറ്റായിരുന്നേടാ. അങ്ങനെ അവളാകെ ഒരുമാതിരി ഒരു ഡിപ്രഷനിലേക്ക് പോകണ മാതിരി. അവൾക്ക് പിന്നെ സംസാരിക്കണ്ട, ഞാൻ എന്തിനാ പിന്നെ സംസാരിക്കാൻ തുടങ്ങി, ഞാൻ എന്തിനാ സ്കൂളിലേക്ക് വന്നതൊക്കെ തോന്നാം. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ഇവൻ്റിൻ്റെ ദിവസം എല്ലാവരും ഭയങ്കര ടെൻഷനാണ്. അത് അവർക്ക് ഇവൻ്റ് ആയതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ജൂണിനെ കാണാതെ ജൂൺ ഇതുവരായിട്ട് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കും. നമ്മുടെ തസാക്കി ഒരു ഐഡിയ പറയാം, എല്ലാവരും ഇവൻ്റ് തുടങ്ങിക്കോളും, താക്കുമ്മി ചെന്ന് തിരയട്ടെ, ഇവൻറ്റിന് വേഗിപ്പിക്കാണ്ട, പിന്നെ ഇവൻ്റ് ക്യാൻസൽ ആക്കും. അങ്ങനെ എല്ലാവരും അവർക്ക് കിട്ടിയ റോള് അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. താക്കുമ്മി ആണെങ്കിൽ ജൂണിനെ തെരഞ്ഞിട്ട് പോയിക്കാം. അങ്ങനെ ഇവിടെ വരെ നല്ല അടിപൊളിയായിട്ട് ഷെയറാക്കിയിട്ട് അവർ ഇവൻ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ താക്കുമ്മയെ തെരച്ചിൽ ഇവിടെ തെരച്ചിൽ. അങ്ങനെ ലാസ്റ്റ് ഓൻ ആ കാസ്റ്റിലേക്ക് പോയി. കാരണം ഓൾക്ക് അറിയാം ഓൾ അവിടെ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഓൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് അത്. ജൂൺ അന്ന് ഓനോട് എല്ലാ സത്യം പറഞ്ഞോ എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ സംസാരിക്കാതായത് എന്നല്ലാതും. അങ്ങനെ നമ്മൾ താക്കുമ്മി കുറേ നമ്മളെ ജൂണിനെ നിർബന്ധിക്കും, ഒന്ന് വന്നിട്ടൊന്ന് ഇവൻ്റ് ചെയ്യുന്നത്, എനിക്കിപ്പോൾ എന്താ പ്രശ്നം അങ്ങനെ ഞാനൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ജൂണ് ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നോ, പക്ഷെ ഇങ്ങനെ ചതിക്കായിരുന്നു, എനിക്കൊന്നാ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ശരിക്കും എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ താക്കുമ്മി പറയും ഇല്ല ഞാൻ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാനൊരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പറയും എനിക്കിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോളെ. അപ്പോൾ നമ്മുടെ താക്കുമ്മി പറയും
സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരു സംഗതി ഉണ്ടാവുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം ഫുള്ള് ഉണ്ടാവും. ഞാൻ ഇന്നും എൻ്റെ സപ്പോർട്ടറായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ നമ്മുടെ ജൂണിൻ്റെ മൈൻഡ് മാറ്റാൻ അങ്ങനെ കറക്റ്റ് ടൈമേ നമ്മുടെ ജൂണിനെ ആ സ്റ്റേജിലേക്ക് എത്തിക്കാൻ ജൂണില്ലെങ്കിൽ ഈ മത്സരമില്ല, ഈ ഇവൻ്റില്ല. കാരണം എന്താ വെച്ചാൽ ജൂണാണ് മെയിൻ ലീഡർ. അങ്ങനെ നമ്മുടെ ജൂണ് പാടണം എല്ലാവരും കണ്ണെന്നൊക്കെ ഉള്ളവനാണ്. അത്രയ്ക്ക് അടിപൊളി പാട്ട്. ജൂണ് തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യവും പറയാണ്. എനിക്ക് എന്തായാലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അടിപൊളി ഫ്രണ്ട്സ് കിട്ടി, ഇവൻ്റിൻ്റെ ലൈഫ് മാറ്റി മറിച്ചു എന്നൊക്കെ പറയട്ടെ. ഓഡിയൻസിന് ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു ഇതായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു പാട്ടായിരുന്നു. എല്ലാവരും അത്രയ്ക്ക് വിചാരിച്ചിരുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കഥയിൽ വേറെ ട്വിസ്റ്റ്. നമ്മുടെ തസാക്കി നമ്മുടെ ജൂണിന് വന്ന് പ്രപ്പോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കിപ്പോൾ ഞാൻ പണ്ട് മുതലേ നോക്കല്ലോ അങ്ങനെ ഭയങ്കര ക്യൂട്ടാണ് അങ്ങനെ എന്നൊക്കെ പറയാം. അധികം ജൂണാന്ന് ബ്ലഷ് ആവാണ്. കാരണം അവളുടെ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഒരാൾ വന്നിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ലൈഫ് പുതിയതായിട്ട് സ്റ്റാർട്ട് ആവാൻ അങ്ങനെ എനിക്ക് കാണിച്ചിട്ട് സ്വീറ്റുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായ എനിക്കറിയില്ല. എൻ്റെ ഫാമിലിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.